അസ്സലാമലൈക്കും. ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ സംഭവത്തിനെ തുടർന്ന് ഒരു വ്യാഖ്യാനത്തിലെത്താൻ ഇരുവർക്കും കഴിഞ്ഞില്ല. അതിനെപ്പറ്റി ചോദിച്ചറിയാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തന്റെ പിതൃവ്യപുത്രൻ ജ്ഞാനവൃദ്ധനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി. ക്രിസ്തുമതാനുയായ അദ്ദേഹം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു, അങ്ങയുടെ സഹോദരന്റെ മകൻ പറയുന്നത് കേട്ടാലും. അദ്ദേഹം സംഗതി തിരുമേനിയോട് അന്വേഷിച്ചപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുഭവം വിവരിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ അറിയിച്ചു, ദൈവം മൂസായുടെയും മീസായുടെയും അടുത്തേക്ക് അയച്ച സന്ദേശവാഹകൻ തന്നെയാണിത്. ഞാൻ യുവാവായിരുന്നെങ്കിൽ, നിന്റെ ജനത നിന്നെ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ അവർ പുറത്താക്കുമോ? തിരുമേനി ഉത്കണ്ഠയോടെ ആരാഞ്ഞു. വറഖത്ത് വിശദീകരണം നൽകി, അതെ, നീ കൊണ്ടുവന്നതുപോലെയുള്ള സന്ദേശവുമായി വന്ന ഒരാളും മർദ്ദനത്തിന് ഇരയാകാതിരുന്നിട്ടില്ല. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്ക് ശക്തമായ പിന്തുണ നൽകുക തന്നെ ചെയ്യും. പക്ഷേ അധിക നാൾ കഴിയും മുമ്പ് വറഖത്ത് മരണപ്പെട്ടു. ഭർത്താവിന്റെ സത്യസന്ധതയും ഉദ്ദേശ്യശുദ്ധിയും അനുഭവബോധ്യമുള്ള ഖദീജ മറ്റാരെക്കാളും ആദ്യം അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിൽ വിശ്വസിച്ചു. അങ്ങനെ പ്രഥമ മുസ്ലിം വനിത എന്ന ബഹുമതിക്ക് ആ മഹദി അർഹയായി. അതോടൊപ്പം ഉമ്മുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ് എന്ന സ്ഥാനപ്പേരിനും ആ മഹദി അർഹയായി. അങ്ങനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന രംഗത്തിറങ്ങി. ക്ലേശപൂർണവും അസ്വസ്ഥജനകവുമായിരുന്നു തുടർന്നുള്ള ജീവിതം. ഖുറൈശി പ്രഭുക്കന്മാർ സംഘടിതമായി എതിർത്തു. കഴിയുന്ന രീതിയിൽ എല്ലാം വിഷമിപ്പിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. രാത്രിയും പകലും സ്വൈര്യമില്ലാത്ത ജീവിതം. പ്രയാസത്തിന്റെ നാളുകളിൽ നബിക്ക് മാനസികമായും ഭൗതികമായും വിലപ്പെട്ട സഹായം നൽകിയ ഏക വ്യക്തി ഖദീജ ബീവിയാണ്. എതിർപ്പും മർദ്ദനവും അപഹാസവും കൊണ്ട് വീർപ്പുമുട്ടി വീട്ടിലെത്താറുള്ള തിരുമേനിയെ ആശ്വസിപ്പിച്ച് നവോന്മേഷത്തോടെ അവർ വീണ്ടും രംഗത്തിറക്കി. ഇസ്ലാമിനും പ്രവാചകനും വേണ്ടി സ്വത്ത് നിർലോഭം ചെലവാക്കി. ഐശ്വര്യത്തിന്റെ പട്ടുമെത്തക്ക് പകരം യാതനകളുടെ മുൾപ്പരപ്പിൽ അവർ ഈന്തപ്പനയോല വിരിച്ചു. വാർദ്ധക്യത്തിന്റെ ആക്രമണവും മർദ്ദനത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളും കൊണ്ട് പരീക്ഷണിയായി തീർന്ന ആ മഹദി ഒടുവിൽ ഖുറൈശികളുടെ നിർദ്ദയമായ ബഹിഷ്കരണത്തിനും ഇരയായി. നബിക്കും അനുയായികൾക്കും എതിരിൽ കർശനവും സമ്പൂർണവുമായ ബഹിഷ്കരണം പ്രഖ്യാപിക്കപ്പെട്ടു. ദുരിതപൂർണമായ ആ ജീവിതത്തിലേക്ക് തിരുമേനിയെ പറഞ്ഞയച്ച് വീട്ടിൽ സ്വൈര്യമായിരിക്കാൻ ഖദീജ ബീവി ഇഷ്ടപ്പെട്ടില്ല. സുഖസമൃദ്ധിയുടെ മണിമേടയിൽ നിന്നും ദുരിതങ്ങളുടെ മരുഭൂമിയിലേക്ക് അവർ ഭർത്താവിനെ അനുഗമിച്ചു. നീണ്ട 3 കൊല്ലം ഖുറൈശികളുടെ കടുത്ത ഉപരോധത്തിൽ കഴിയേണ്ടി വന്നു. ഇതിനിടക്ക് അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് കണക്കില്ല. പുല്ലും ഇലയും തിന്ന് വിശപ്പടക്കി തളരാത്ത വിശ്വാസത്തിന്റെയും മനോവീര്യത്തിന്റെയും സഹനശക്തിയുടെയും മുമ്പിൽ ബഹിഷ്കരണം പൊളിയുക തന്നെ ചെയ്തു. തിരുമേനിയും പത്നിയും സ്വഗൃഹത്തിൽ മടങ്ങിയെത്തി. ഖദീജ പറ്റേ അവശയായി കഴിഞ്ഞിരുന്നു. 65-ാം വയസ്സായിരുന്നു അപ്പോൾ. ബഹിഷ്കരണം കഴിഞ്ഞ് 6 മാസമായപ്പോൾ തിരുമേനിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് മരണപ്പെട്ടു. തിരുമേനിക്ക് ഒരു കനത്ത നഷ്ടമായിരുന്നു അത്. പിതാവും രക്ഷിതാവും എന്നതിലുപരി ഖുറൈശികളുടെ എതിർപ്പുകളിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായിരുന്നു അദ്ദേഹം. അബൂ ത്വാലിബിനെ ഓർത്താണ് ശത്രുക്കൾ നബിയെ തൊട്ടുകളിക്കാൻ പലപ്പോഴും മടിച്ചത്. പിതൃവ്യന്റെ ശേഷക്രിയയിൽ പങ്കുകൊള്ളാൻ ഖദീജ ബീവിക്കും കഴിഞ്ഞില്ല. കലശലായ രോഗം ബാധിച്ച് അവർ കിടപ്പിലായിരുന്നു. തന്നിൽ ആദ്യമായി വിശ്വസിക്കുകയും എല്ലാ പരീക്ഷണഘട്ടങ്ങളിലും തന്നോടൊപ്പം നിൽക്കുകയും ചെയ്ത പ്രിയതമയെ ശുശ്രൂഷിച്ചും ദൈവസന്നിധിയിൽ കൈവരാനിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങൾ വിവരിച്ച് സ്വാന്തനപ്പെടുത്തിയും നബി അരികത്തു തന്നെ കഴിച്ചുകൂട്ടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ തിരുമേനിയെ തീരാ ദുഃഖത്തിലാഴ്ത്തി അവരും വഫാത്തായി. ഹജൂൻ എന്ന സ്ഥലത്ത് അവരെ അടക്കം ചെയ്തു. ഹിജ്റയുടെ 3 കൊല്ലം മുമ്പാണ് ഈ ദുഃഖസംഭവം. അബൂ ത്വാലിബും ഖദീജ ബീവിയും മരണപ്പെട്ട കൊല്ലത്തിന് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് നബി പേരു നൽകിയത്. ഖദീജ ബീവി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ഓർമ്മകൾ അദ്ദേഹത്തെ പിരിഞ്ഞ സന്ദർഭം ഉണ്ടായിരുന്നില്ല എന്നതാണ് ശരി. അവരോടുള്ള സ്നേഹം എന്നിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരുമേനി പ്രസ്താവിച്ചതായി പറയുന്നു. വീട്ടിൽ ഒരു ആടിനെ അറുത്തത് കണ്ടാൽ മതി, ഖദീജയുടെ സ്നേഹജനങ്ങൾക്ക് അതിന്റെ വിഹിതം കൊടുത്തയക്കാൻ അദ്ദേഹം വാശി പിടിക്കുമായിരുന്നു.
ഒരിക്കൽ ഇതിനെപ്പറ്റി പത്നി ആയിഷ ബീവി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ സ്നേഹിച്ചവരെ ഞാൻ സ്നേഹിക്കുന്നു. ഒരിക്കൽ ഖദീജ ബീവിയുടെ അനുജത്തി ഹാല മദീന സന്ദർശിക്കാൻ ചെന്നു. അന്തരിച്ച പ്രിയതമയുടെ ശബ്ദത്തോട് സാമ്യമുള്ള അവരുടെ ശബ്ദം മുറ്റത്തു നിന്നും കേൾക്കേണ്ട താമസം തിരുമേനി ചാടി എണീറ്റ് "ആരിത്, ഹാലയോ?" എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ആയിഷയ്ക്കിത് സഹി വന്നില്ല. മണ്ണിടിഞ്ഞു പോയ അധരാഗ്രങ്ങൾ ചുകന്ന ആ ഒരു കുറേശി കിഴവിയെ അങ്ങ് ഇപ്പോഴും ഓർക്കുന്നു. അവരെക്കാൾ മെച്ചപ്പെട്ടത് അള്ളാഹു അങ്ങക്ക് പകരം തന്നില്ലേ എന്നവർ പരിഭവം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. ഇത് കേട്ട് പതിവില്ലാത്ത വിധം തിരുമേനി ക്ഷുഭിതനായി. മുഖഭാവം പാടെ മാറി. മേലിൽ ഇങ്ങനെ പറയരുതെന്നും ശാസിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി: അല്ലാഹു സത്യം, അവരെക്കാൾ ഉത്തമമായത് എനിക്ക് അവൻ തന്നിട്ടില്ല. ജനങ്ങൾ അവിശ്വസിച്ചപ്പോൾ അവർ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങൾ എൻ്റെ വാക്കുകൾ കളവാക്കിയപ്പോൾ അവർ എൻ്റെ സത്യസന്ധതയിൽ സംശയിച്ചില്ല. ജനങ്ങൾ എന്നോട് നിസ്സഹകരിച്ചപ്പോൾ സ്വന്തം സ്വത്തുകൊണ്ട് അവർ എന്നെ സമാശ്വസിപ്പിച്ചു. മറ്റു ഭാര്യമാരിൽ എനിക്ക് സന്താനങ്ങളെ തരാതെ അവരിലാണ് അള്ളാഹു എനിക്ക് സന്താനങ്ങളെ തന്നത്. ഖദീജയുടെ ഓർമ്മകൾ അഴവിറക്കുമ്പോൾ യൗവനയുക്തയായ ആയിഷയുടെ നിയന്ത്രണം വിടാറുള്ളതാണ്. ഖദീജയല്ലാതെ ദുനിയാവിൽ വേറെ പെണ്ണില്ലെന്ന് തോന്നും അങ്ങയുടെ സംസാരം കേട്ടാൽ എന്ന ഒരു സന്ദർഭത്തിൽ അവർ പറഞ്ഞപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം ഇതായിരുന്നു: എൻ്റെ എല്ലാമായിരുന്നു അവർ. എനിക്ക് മക്കളുണ്ടായത് അവരിലാണ്. പക്ഷെ സംഗതി ഇത്രത്തോളം ഗൗരവമാവുമെന്നോ തന്റെ വാക്കുകൾ തിരുമേനിയുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുമെന്നോ ആയിഷ ഓർത്തതല്ല. മേലിൽ ഖദീജയെ പരാമർശിച്ച് നബിയോട് ഒരക്ഷരം ഉരിയാടുകയില്ലെന്ന് അവർ മനസ്സിൽ ശപഥം ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി പറയപ്പെടുന്നു: ഖദീജയോട് എനിക്കുണ്ടായിരുന്നത്ര അസൂയ തിരുമേനിയുടെ ഒരു ഭാര്യമാരോടും എനിക്കുണ്ടായിരുന്നില്ല. അവരെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്നതാണ് കാരണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഉമ്മയെ നമ്മൾ ആരും കാണാതെ പോകരുത്. ആരുമില്ലാതിരുന്ന നമ്മുടെ നബിക്ക് എല്ലാമായിരുന്ന ഈ ഉമ്മയെ നമ്മൾ ഒരു കാലത്തും മറക്കരുത്. നബിയുടെ പുണ്യകബറിടം സന്ദർശിച്ചും നബി ശിഷ്യരെ ഓർത്തും നടക്കുമ്പോൾ ഈ ഉമ്മയെയും നമ്മൾ ഓർക്കണം. നബിയിലേക്കുള്ള എളുപ്പമാർഗമാണ് ഈ ഉമ്മ. ആ കബറിടത്തിന് സമീപം നിൽക്കുമ്പോൾ പുന്നാര നബി പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ: ഇല്ല ആയിഷ, ഇല്ല. ഖദീജയേക്കാൾ നല്ലത് അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. ജനം എന്നെ കള്ളനാക്കിയപ്പോൾ അവർ എന്നെ സത്യവാനാക്കി. ജനം എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവൾ എന്നെ സ്വീകരിച്ചു. ഖദീജയോടുള്ള സ്നേഹം അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നു ആയിഷ. ഈ ചരിത്ര സംഭവത്തിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ ബീവിയോടുള്ള മുഹബത്ത്.